ഹലോ ഗൈസ്, റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദിയ കൃഷ്ണ, അതായത് OC എന്ന് വിളിക്കുന്ന ദിയ കൃഷ്ണകുമാർ എന്ന ആക്ടറിൻ്റെ മകളാണ്. അവരുടെ ഒരു ഓൺലൈൻ ഷോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പല യൂട്യൂബേഴ്സും വീഡിയോ ഇറക്കുകയും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെതിരെ ഇപ്പോൾ ദിയ പ്രതികരിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇതിന് മുന്നേ ദിയ കുറച്ച് വീഡിയോസും കുറച്ച് റിവ്യൂസ് എല്ലാം സ്റ്റാറ്റസായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇപ്പോഴാണ് ദിയ വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന്. കാരണം ദിയയുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിൽ ഒരു മോശം അനുഭവമായി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറൊരു യൂട്യൂബ് ചാനലിലെ ഒരു അമ്മ രംഗത്ത് വന്നിരുന്നു. പറഞ്ഞതിനെ വീഡിയോ എടുത്തുകൊണ്ട് വേറൊരാൾ രംഗത്ത് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേജിൽ തന്നെ ഒരു ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതെ അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ജെന്യുവൻ കംപ്ലയിൻ്റ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും സാധിച്ചെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് ചെയ്ത ആളുടെ ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിനൊരു യൂട്യൂബേഴ്സ് അതെടുത്തൊരു ഇഷ്യൂ ആയി വന്ന സമയത്ത് ദിയ പ്രതികരിച്ച രീതി, അല്ലെങ്കിൽ ദിയ അവരുടെ കസ്റ്റമറിനോട് ഒരു ചെറുതായിട്ട് പ്രതികരിച്ച രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്മച്യൂർ ആയിരുന്നു. കാരണം ഒരു ബിസിനസ് നടത്തുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു 100 നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റാണെങ്കിലും അത് ചോദ്യം ചെയ്തുകൊണ്ട് അതൊരു പ്രശ്നമായി അവരുടെ ബിസിനസ് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ ആ ഫീഡ്ബാക്ക് സ്വീകരിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ട റെക്ടിഫിക്കേഷൻ ചെയ്യാൻ അവർ ശ്രമിക്കട്ടെ. പക്ഷേ ദിയ എന്ന് പറഞ്ഞ ആൾ ആ ഒരു കാര്യത്തിൽ ദിയയുടെ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പം ആ കംപ്ലയിൻറ്റ് ചെയ്ത ആൾക്കെതിരെയുള്ള കമൻറ്റ്സ് വന്നതെല്ലാം എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കി അത് ഒരു പരിഹാസ രീതിയിലാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അത് എന്താണോ പ്രശ്നം അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ദിയക്കെതിരെ വന്ന സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാവുന്ന സംഭവമാണ്. പല യൂട്യൂബേഴ്സും അതെടുത്ത് കണ്ടൻറ്റാക്കുകയും സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ബിസിനസ് ഡൗണായി പോകാനുള്ള എല്ലാ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ പല മോശം അനുഭവം ഉണ്ടായിട്ടുള്ള പല ആൾക്കാരും വരികയും പല ഫേക്ക് കംപ്ലയിൻറ്റും ഒറിജിനലായിട്ടുള്ള കംപ്ലയിൻറ്റും എല്ലാം ഈ സമയത്ത് കുത്തിപ്പൊങ്ങുകയാണ് ചെയ്തത്. പക്ഷേ അതിനോട് ദിയ കുറച്ചുകൂടെ മെച്യൂറായിട്ട് അത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇത്രയും പ്രശ്നമാവുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ദിയോട് ആൾക്കാർ ചെയ്തതും ദിയയുടെ പല ഫോട്ടോസ് എടുത്തിട്ട് വേറെ മോശമായ രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാനസികമായിട്ട് ഒരാളെ ടോർച്ചർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എല്ലാവരും നോക്കണം. കാരണം ഒരു സ്ഥാപനം നടത്തുവാണെങ്കിൽ ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ മിസ്റ്റേക്സ് ഷിപ്പിങ്ങിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാൻമെയ്ഡ് എറേഴ്സ് എല്ലാം വരാം. പക്ഷെ അത് റെക്ടിഫൈ ചെയ്യണം. അതവരെ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് ഒരു രീതിയിൽ ഇവരുടെ അടുത്ത് നടന്നില്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ടാണെങ്കിലും അത് റെക്ടിഫൈ ചെയ്യേണ്ട കാര്യമാണ്. അതിട്ട് ടോർച്ചറിനെ കുറിച്ച് ദിയ റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ദിയ എന്താ പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരു പുള്ളിക്കാരുടെ വീഡിയോയിൽ ഇതുപോലെ പുള്ളിക്കാരി എൻ്റെ ജൂലിയെ കൊണ്ടു കേട്ടു. അപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ ജൂലി ഉണ്ടെന്ന് ഞാൻ കേട്ടു. എന്നിട്ട് പുള്ളിക്കാരി ഓടി ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് പുള്ളിക്കാരി നിലവാരമായിട്ട് പുള്ളിക്കാരി മേടിച്ചതാണെന്ന് പറഞ്ഞ് മേടിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഒരു നമ്പർ മാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതികൾ നമുക്ക് ഓഫീസില്ല. അത് മനഃപൂർവ്വം ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് പുള്ളിക്കാരി ഓപ്പണിംഗ് വീഡിയോ അയച്ചില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് അല്ലാതെ വേറെ കുഞ്ഞു വന്നൊരു വീഡിയോ പറഞ്ഞിരിക്കുന്നത് മുത്ത് നല്ല കളയിരിക്കുന്നു ഓപ്പണിംഗ് വീഡിയോ തന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഓപ്പണിംഗ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഫേക്കാണെന്നുള്ളത്. അങ്ങനെ ഒരു ഓടി കട്ടാം. എന്നിട്ട് ബോക്സ് ഓടി ഇങ്ങനെ ഇരിക്കും. ഓഡിയൻസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ള വീഡിയോ ആണ്. സോ ഇതുപോലെ ഫേക്കായിട്ട് ഓപ്പണിംഗ് വീഡിയോ അയച്ചാൽ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും. അത് വേറെ കാര്യം. അപ്പോൾ ഇതെല്ലാം ഇരിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ കൺസ്യൂമർ കോർട്ട് കേസ് കൊടുത്താൽ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. നമ്മൾ ഇഷ്യൂ ചെയ്യുവാണ്. കസ്റ്റമർ ആൻഡ് സെല്ലർ എന്നുള്ള പേര് നമ്മൾ ഇഷ്യൂ ചെയ്യുവാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ ചിലവർ കണ്ടന്റിന് വേണ്ടി ചിലർ കളിക്കുന്നുണ്ട്. അതായത് കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണം എന്നുള്ള പേരിൽ അവർ തനിക്ക് വേണ്ടി അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സണൽ ലൈഫിൽ അവർ ഇല്ലാത്ത അവരുടെ റോങ് ഇൻഫർമേഷൻ കൊടുത്ത് അവരുടെ പേര് മിസ്യൂസ് ചെയ്യുന്നത് അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അത് ഞാൻ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ സ്പ്രെഡ് ആവുന്നത് അത് ഹരം കൊണ്ടാണ് ചെയ്യുന്നത്. അത് എന്റർടൈൻ ചെയ്യാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ കൂടി വരുന്നത്. സൂസൈഡ് റേറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടി. ഒരാൾ എന്തിലൂടെ ആയിരിക്കും രാത്രി പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ ചിന്തിക്കാതെ ഓരോ ചെയ്യുന്നത്. ഇറ്റ് മൈറ്റ് ലുക്ക് ഫണ്ണി ടു യു ഇൻ ദി ബിഗിനിംഗ്, ബട്ട് ആഫ്റ്റർ ദ ടൈം ഇറ്റ് ഇസ് ഫണ്ണി anymore. അപ്പോൾ മരിക്കുന്ന കാര്യം ഇറ്റ്സ് ഗോ അണ്ടർ ഡിപ്രഷൻ ആൻഡ് ന്യൂസ് വെരി വന്നാൽ ഇറ്റ് ഇസ് ഫണ്ണി anymore. അപ്പോൾ എനിക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് സച്ച് വീഡിയോസ്. ഇതുപോലുള്ള വീഡിയോസിന്റെ കണ്ടന്റ് നടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കാണാൻ എന്നെ ജസ്റ്റ് ലീവ് ചെയ്യുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്റെ കസ്റ്റമേഴ്സിനെ ഞാൻ ഡീൽ നമുക്ക് ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ കൺസ്യൂമർ കോർട്ടിലോട്ട് പോകും. ത്രൂ ദാറ്റ് നമുക്ക് മെയിൽ സോൾവ് ടു ദാറ്റ്. അല്ലാതെ ഇതുപോലത്തെ റോങ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ നിങ്ങളുടെ ഇഷ്യൂസ് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഉപയോഗിക്കണം. അവർക്ക് പൈസ ഉണ്ടാക്കാം. കാരണം ആ പുള്ളിയുടെ ചാനൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 3 ലക്ഷം വ്യൂ ലോസ് ചെയ്തത് എന്റെ വരെ വെച്ചിട്ട്. അതേ സത്യം പറഞ്ഞ അഭിമാനം തെളിയിക്കാനാണെങ്കിൽ അവൻ എന്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് അവൻ കഞ്ഞി വെച്ച് പിടിച്ചല്ലോ. അവൻ അതിനെ ഇമേജ് വേറെ മൈൻഡ് വരുന്ന ഇവിടെ ഉപയോഗിച്ച് 10 പേര് വന്ന വ്യൂ കിട്ടി പൈസ കിട്ടി. ഇനി അത് ചെയ്യാം. അത് മോശമാണ്. എന്റെ പൊന്നു മോശമാണ്. നിർത്താം. അത് കേസ് ഫയലായി ലീഗലായിട്ട് മൂവായി വീട്ടുകാരെ മൊത്തം പ്രോബ്ലം ആക്കുന്നതിന് മുന്നേ ഞാനത് ത്രൂ വീഡിയോ ജസ്റ്റ് മോർണിംഗ് ലീവ് ഇറ്റ് ഇവിടെ നിർത്തിക്കില്ല. എല്ലാം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോട്ടെ ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഞാൻ കാര്യങ്ങൾ കാണുന്ന പോലെ ഇഷ്ടമല്ല. ബട്ട് ഈ വീഡിയോയിലെങ്കിലും we can all be more kinder towards people, not just me, anybody. Social media, let's all be kind towards people. Try not to use harsh words. ആൾക്കാരെ പുള്ളി ചെയ്യാതിരിക്കുക സോഷ്യൽ മീഡിയയുടെ. It doesn't do you any help.